ഹായ് ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് PSC കോമൺ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം? നീതിന്യായ വിഭാഗം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗമാണ് നീതിന്യായ വിഭാഗം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് പമേല റൂക്സ്. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് പമേല റൂക്സ്. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം നീതിന്യായ വിഭാഗം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് പമേല റൂക്സ്. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം 1954. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷമാണ് 1954. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. 19 തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെന്റൺ കോൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ. 19 തവണ എവറസ്റ്റിന് മുകളിൽ എത്തിയ കെന്റൺ കോൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത? സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിതയാണ് സുനിത വില്യംസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയം. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയമാണ് കായംകുളം താപനിലയം. അപ്പോൾ ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത സുനിത വില്യംസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി നോക്കാം. ഭരണഘടനയുടെ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം നീതിന്യായ വിഭാഗം. ഇന്ത്യ വിഭജന കാലത്തെ സംഭവങ്ങളെ ആസ്പദമാക്കി ട്രെയിൻ ടു പാകിസ്ഥാൻ എന്ന സിനിമ നിർമ്മിച്ചത് പമേല റൂക്സ്. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം 1954. ഫ്രാൻസിന്റെ നിയന്ത്രണത്തിലായിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിച്ച വർഷം 1954. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? ജർമ്മനി. 19 തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെന്റൺ കോൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ. 19 തവണ എവറസ്റ്റിന് മുകളിലെത്തിയ കെന്റൺ കോൾ ഏത് രാജ്യക്കാരനാണ്? ബ്രിട്ടൻ. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത? സുനിത വില്യംസ്. ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ സമയം നടന്ന വനിത സുനിത വില്യംസ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയം. കേരളത്തിലെ ആദ്യത്തെ സ്വതന്ത്ര താപനിലയം കായംകുളം താപനിലയം. താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.